ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ളൊരു കിടിലൻ സ്നാക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മുട്ടനെ നേരെ ഹാഫായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു മഞ്ഞ പാർട്ടില്ലേ മുട്ടയുടെ, അത് മൊത്തത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസ് അളവിൽ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ലപോലെ പൊടിയായിട്ട് കൈകൊണ്ട് കട്ടാക്കിയിട്ട് എടുത്തതാണ്. അത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല, വെറും മുട്ട വെച്ചിട്ട് മാത്രം ചെയ്യാം. പക്ഷേ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞു പീസ് അളവിൽ മാത്രം എടുക്കാം. പിന്നെ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതി സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 ഇല കറിവേപ്പില കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂണാണ്, രണ്ടും കൂടി എടുത്തിട്ടുള്ളൂ. ചെറിയൊരു മസാല ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1-2 പിഞ്ചേ വേണ്ടുള്ളൂ, അതായത് 1/4 ടീസ്പൂണിൽ പകുതി മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചിക്കൻ മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ കുറച്ച് മതി, കാരണം ചെറിയൊരു ഫില്ലിംഗ് അല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ ഇതുപോലെ ഉടച്ചിട്ട് വേണേ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ ഇവിടെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മസാലയില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചേർക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും പരിപാടിയുള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് ആദ്യം തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1-2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മതിയേ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മൈദയൊന്നും ഒരുപാട് കൂട്ടണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. പിന്നെ മുട്ടയുടെ ബാറ്ററിൻ്റെ അളവ് വീണ്ടും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ടോട്ടൽ എത്രയായി എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വൈറ്റില്ലേ, അതിലേക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. അത് കൈകൊണ്ട് നിറക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് നിറച്ച് കൊടുക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കുത്തി നിറക്കൊന്നും വേണ്ട കേട്ടോ. മസാല നമ്മൾ ഈ ഒരു മഞ്ഞക്കരുവില്ലേ, നമ്മൾ ഇതിൽ നിന്ന് എടുത്ത ആ ഒരു മഞ്ഞക്കരുവിൻ്റെ സൈസിന് മാത്രമേ മസാല വേണ്ടുള്ളൂ. അപ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. മുട്ടയും നല്ല ഭംഗിയിൽ പൊട്ടിപ്പോകാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നും, ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ്. ഇതിലാകുമ്പോൾ എണ്ണയും വേണ്ട, പെട്ടെന്ന് നല്ല ഷേപ്പായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് എല്ലാ കുഴിയിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇനി നമ്മുടെ ഈ ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഓരോ കുഴിയിലായിട്ട് പകുതിയോളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ കുഴിയുടെ പകുതി ഭാഗത്തോളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ മിഡിലെ കുഴിയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ഓവർ തീ ഫ്ലെയിം തട്ടിയിട്ട് പിന്നെ കളറ് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ പീസില്ലേ, അത് ഇതുപോലെ എല്ലാ കുഴിയിലേക്കും ഇറക്കി വെച്ച് കൊടുക്കുക.
ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ആ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മസാല ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, കുറച്ച് മതി. അങ്ങനെ എല്ലാതും ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്ക് ചുട്ടെടുക്കേണ്ടത് ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കരിയാതെ കിട്ടിക്കോളും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രമാണ് അടച്ച് വെക്കേണ്ടൂ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കുക്കാകുന്നൊരു സ്നാക്കാണ്. അങ്ങനെ ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പം തന്നെ അടപ്പ് തുറന്നിട്ട് കണ്ടില്ലേ, ഏകദേശം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഓവറായിട്ട് ആറാൻ പാടില്ല കേട്ടോ, കാരണം നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തും കോട്ടിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓവർ ഡ്രൈ ആവാതെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ തിരിച്ചിട്ട് കഴിഞ്ഞ് ഏകദേശം 1 മിനിറ്റ് മാത്രം മതി കേട്ടോ നമ്മുടെ സ്നാക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടിഭാഗം മൊത്തത്തിൽ അങ്ങ് കവറായിട്ട് തന്നെ ആ ഒരു സമയം കൊണ്ട് വന്നോളും, മുട്ടയുടെ ആ ഒരു മിക്സ് എത്തിക്കിട്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അടിഭാഗം നോക്കി നിങ്ങൾ മൊത്തത്തിൽ കവറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ മുകൾ ഭാഗം ഡ്രൈ ആവുന്നതിന് മുന്നേ തിരിച്ചിട്ട് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ കവറായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ട്, കാണാൻ നല്ല മൊഞ്ചാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകം മെയിൻ ഹിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. ആ ഒരു ഫില്ലിങ്ങിൽ ഒരു സ്പൂൺ എണ്ണയും അത്രയും വേണ്ടുള്ളൂ, അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്